നാടിനെ ഉത്സവ ലഹരിയിലാഴ്ത്തി വളവനാട് പുത്തൻകാവ് ദേവി ക്ഷേത്രത്തിലെ പട്ടും താലിയും ചാർത്ത് മഹോത്സവം. ആയിരങ്ങളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. വളവനാട് പുത്തൻകാവ് ദേവി ക്ഷേത്രത്തിലെ തിരുവുത്സവം ഫെബ്രുവരി 4 മുതൽ 15 വരെയാണ് നടക്കുക. ഫെബ്രുവരി 14-ന് വടക്കേച്ചെരുവര മഹോത്സവവും 15-ന് തെക്കേച്ചെരുവര മഹോത്സവവും നടക്കും. കുരുത്തോലപ്പടയണി, ചൂട്ടുപടയണി, താലപ്പൊലി, വേലതുള്ളൽ, വിവിധ കലാരൂപങ്ങളുടെ പ്രദർശനം, വെടിക്കെട്ട്, ദീപക്കാഴ്ച, പള്ളിവേട്ട, ആറാട്ട്, നാടകം, ഗാനമേള, നാടൻപാട്ട് തുടങ്ങിയ വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് ഇത്തവണ ഉത്സവത്തോടനുബന്ധിച്ച് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. താലിചാർത്തു മഹോത്സവത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. ഇന്ന ദിവസം 10-ാം തീയതി തൃക്കൊടിയേറ്റാണ് ശ്രീ കുന്നത്ത് സതീന്ദ്രനാഥിൻ്റെ വകയായിട്ടാണ് നമുക്ക് തൃക്കൊടിയേറ്റ് താലിയാർത്ത് മഹോത്സവം നടത്തുന്നത്. ഇന്ന് രാവിലെ 11-നും 15:45 മധ്യയായിരുന്നു താലിയാർത്ത് മഹോത്സവം. വൈകുന്നേരം ഗംഭീര കരിമരുന്ന്, രാത്രി 8 മണിക്ക് നാടകമുണ്ട്. നാളെ 12-ാം തീയതി കുരുത്തോലപ്പടയണിയാണ്. കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലും ഇന്ന് പ്രചാരത്തിലില്ലാത്ത ഒന്നാണ് കുരുത്തോലപ്പടയണി എന്ന് പറയുന്നത്. കുരുത്തോല കൊണ്ട് വിവിധ കലാരൂപങ്ങളുണ്ടാക്കി ആചാരാനുഷ്ഠാനങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ തെക്ക് വടക്ക് തിരുവുകളിലൂടെ ഓരോ ചുവട് വെച്ച് വാദ്യമേളങ്ങളുടെ അകമ്പടിയോട് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്ന വളരെ പ്രശസ്തമായ ഒരു കലാരൂപമാണ് ഈ കുരുത്തോലപ്പടയണി എന്ന് പറയുന്നത്. അത് വീക്ഷിക്കാൻ തന്നെ 10,000-കണക്കിന് ആൾക്കാരാണ് നമ്മുടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. തുടർന്ന് 12-ാം തീയതി ചൂട്ടുപടയണിയാണ്. ചൂട്ടുപടയണി എന്ന് പറയുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ വിവിധ ക്ഷേത്രങ്ങളിലും ചൂട്ടുപടയണി ഉണ്ടെങ്കിലും ഇത്ര ചിട്ടവട്ടങ്ങളോടും തനിമയോടുകൂടി നിൽക്കുന്ന ചൂട്ടുപടയണി വളവനാട് പുത്തൻകാവ് ദേവി ക്ഷേത്രത്തിൽ മാത്രമാണുള്ളത്. ചൂട്ടുകറ്റകൾ കത്തിച്ച് ക്ഷേത്രത്തിൻ്റെ 13 വാർഡുകളിൽ നിന്നും എത്തി രാത്രി 11 മണിക്ക് എത്തി 12 മണിക്ക് ക്ഷേത്രത്തിൻ്റെ ചേരുവാരത്തിൻ്റെ സ്ഥലത്ത് നിന്ന് ആരംഭിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്ന വളരെ പ്രശസ്തമായ ഒരു കലാരൂപമാണ് ചൂട്ടുപടയണി. ക്ഷേത്രത്തിൻ്റെ വിവിധ വാർഡുകളിൽ നിന്ന് എത്തിച്ചേരുന്ന ഭക്തജനങ്ങളെ കൂടാതെ പല ദിക്കിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങളും ഈ ചൂട്ടുപടയണിയിൽ പങ്കെടുത്തുകൊണ്ട് വളരെ ഭക്തിസാന്ദ്രമായി ക്ഷേത്രത്തിലേക്ക് ചൂട്ട് കത്തിച്ച് തുള്ളി വരുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു രീതി. ഇന്ന് ഈ ചൂട്ടുപടയണി കാണുവാനും അതിൽ പങ്കാളികളാകുവാനും കോളേജ് വിദ്യാർത്ഥികളടക്കം തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തരെത്തിച്ചേരുന്നത് നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 14-ാം തീയതി 15-ാം തീയതി വേലതുള്ളലാണ്. 14-ാം തീയതി വടക്കേച്ചെരുവര മഹോത്സവവും
15-ാം തീയതി തെക്കേ ചേരുവാര മഹോത്സവമാണ്. ഇരു ചേരുവാര പ്രസിഡന്റുമാരുടെ വസതിയിൽ നിന്നും വേലുള്ളൽ ആരംഭിച്ച് തെക്ക് വടക്ക് തറമൂടുകൾ കേന്ദ്രീകരിച്ച് 10,000-കണക്കിന് ആൾക്കാർ പകൽ 4 മണിയോടുകൂടി വലം വെച്ച് ചെണ്ട വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി, പകൽപൂരങ്ങളുടെ അകമ്പടിയോടുകൂടി, വിവിധ കലാരൂപങ്ങളുടെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന വളരെ പ്രശസ്തമായതാണ് വളവാട് ക്ഷേത്രത്തിലെ വേദമുള്ള എന്ന് പറയുന്നത്. മുൻ വർഷങ്ങളിലൊക്കെ വിവിധ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും കഴിഞ്ഞ കുറേ നാളുകളായി വളരെ സമാധാനപരമായി ഒരു ഭക്തി നിർവഹിക്കുന്ന രീതിയിലാണെന്ന് വളവാട് ക്ഷേത്രത്തിലെ വേദമുള്ളതിനെ ഭക്തജനങ്ങൾ കാണുന്നത്. ഇതിൽ ജാതിയോ മതമോ വർണ്ണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമ്പത്തിക ഉച്ചനീചങ്ങളൊന്നുമില്ലാതെ എല്ലാവരും സർവ്വരും ഏകരൂപമായി നിന്നുകൊണ്ട് ഈ വേലപടയണിയിൽ അകമ്പടി കയറുന്നുകൊണ്ട് തുള്ളിവരുന്ന കാഴ്ച നമ്മുടെ കേരളത്തിന് തന്നെ വലിയൊരു സാക്ഷ്യം വഹിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെയാണെങ്കിലും ലിംഗവ്യത്യാസമില്ലാതെ ഇന്ന് സ്ത്രീകളടക്കം ഒരുപാട് പേര് ഈ പകൽ വേലതുള്ളലിൽ പങ്കെടുക്കാറുണ്ട്. അതിൽ യാതൊരുവിധ അതിക്രമങ്ങളോ അവരുടെ നേരെ ഒരു കയ്യേറ്റമോ ഒന്നുമില്ലാതെ വൈകുന്നേരം 7 മണിയോടുകൂടി കുമ്പിടുന്ന രീതിയിലാണ് വേലതുള്ളൽ വരുന്നത്. അതിൽ പല ജാതി വ്യത്യാസമില്ലാതെ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ ഈ കേരളത്തിന് ജാതി മത വർഗ വ്യത്യാസങ്ങളില്ലാതെ എല്ലാ മനുഷ്യരും ഒന്നിച്ച് പങ്കെടുക്കുന്ന ഒരു കലാരൂപവും ഒരു ഭക്തി നിർഭരമായ ചടങ്ങാണ് വേലതുള്ളൽ എന്ന് പറയുന്നത്. ഇത് വീക്ഷിക്കാൻ തന്നെ 10,000-കണക്കിന് ആൾക്കാർ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി തന്നെ ക്ഷേത്രത്തിൻ്റെ വിവിധ 2 തെരുവുകളിലും സ്ഥാനം പിടിച്ചിരിക്കുന്നത് നമുക്ക് വന്ന് കാണാൻ കഴിയുന്നതാണ്. അതിനുശേഷം വിവിധ കലാപരിപാടികളും ഉണ്ട്. കേരളത്തിൻ്റെ പുതിയ നിയമവ്യവസ്ഥയ്ക്കനുസരിച്ച് നിയന്ത്രിതമായ ലഘുവായ കരിമരുന്ന് പ്രയോഗത്തിന് ശേഷം വിവിധ കലാപരിപാടികൾ നമ്മുടെ ക്ഷേത്രത്തിലുണ്ട്. അതോടുകൂടി ശേഷം 15-ാം തീയതി രാത്രി 12 മണിക്ക് വടക്കുപുറത്ത് കുരുതി എന്ന ഒരു ഭക്തി നിർഭരമായ ചടങ്ങോടുകൂടി ഉത്സവത്തിന് തിരശ്ശീല വീഴുകയാണ്.